വറ്റാത്ത മൗനത്തിൻ്റെ കുളിർക്കാറ്റിൽ ഞാനൊരു യാത്ര ആരംഭിച്ചു. പശ്ചിമഘട്ടത്തിൻ്റെ മനോഹാരിതയിൽ ചുറ്റപ്പെട്ടിരുന്ന കോയമ്പത്തൂരിൻ്റെ മനസ്സിലേക്ക്. അവിടെയാണ് ആത്മീയതയുടെ നവചക്രം സഞ്ചരിക്കുന്നത്. ഇഷ യോഗ സെൻറ്റർ. കാണുന്നതെല്ലാം ഒരു അനുഭവമാണ് ഇവിടെയിൽ. ഏകാന്തതയിലും സാന്ദ്രതയിലും പച്ചപ്പിലും പകരം വയ്ക്കാനാവാത്ത ദൈവികത. ചുറ്റും മലകൾ, പ്രകൃതിയുടെ പുഞ്ചിരിയോട് ചേർന്ന് പടർന്ന ശാന്തത. ഇവിടെയാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അതീതമായ സൗഖ്യത്തിനുള്ള ചിറകുകൾ വിരിക്കുന്നത്. മുന്നിലുണ്ട് ആ ശ്രേഷ്ഠരൂപം, ആദിയോഗി. 112 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മുഖപ്രതിമ. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ആധികാരികതയും യോഗത്തിൻ്റെ ആധികാരികതയും ചേർന്ന അത്ഭുതം. ശിവൻ, ആദിയോഗി. ഒരമർത്ഥമായും അതീവ ശക്തിയും സാമരസ്യവുമുള്ള ദർശനം. പുതിയ കാലത്തിൻ്റെ തിരക്കുകൾക്കൊക്കെയും പടിയിറങ്ങി ഇവിടെയൊരിടത്ത് ഇന്നും കാലം മടങ്ങുന്നു. കാളവണ്ടികൾ, പാരമ്പര്യത്തിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ഒരു വഴിത്തിരിവ്. കാളകളും അവരുടെ ചുമതലയുമാണ് ഇവിടെ സന്ദർശകരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നത്. ചുറ്റും പച്ചപ്പുള്ള നിലങ്ങൾ. അവിടെ കാളകൾ സമാധാനത്തോടെ ചാരം പറ്റുന്നു. മനുഷ്യൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട ആദിമബന്ധം അതുതന്നെയാണ് ഈ മണ്ണിൻ്റെ ഹൃദയത്തിൽ നിന്നും മുഴങ്ങുന്നത്. ഇവിടെയുണ്ട് ധ്യാനലിംഗം. മതമില്ലാതെ ഭാഷയില്ലാതെ ധ്യാനത്തിൻ്റെ രൂപമായ ദൈവസാന്നിധ്യം. ആകസ്മികമല്ല ഇവിടെയുള്ള മൗനം, അതൊരു പാഠമാണ്. ആത്മാവിൻ്റെ ഭാഷയിൽ എഴുതിയ പാഠം. ഇവിടെ വന്നാൽ പിന്നെ ഒരിക്കലും പഴയ പാതയിലേക്ക് തിരിയാനാവില്ല. ഇതൊരു സ്ഥലമല്ല, ഒരു ഉണർവാണ്, ഒരു തീവ്രതയാണ്, ഒരു മറുനാട്. നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ആത്മീയ ആകാശമണ്ഡലം. അവസാനമായി വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ആദിയോഗിയുടെ മുഖം വീണ്ടും നമ്മെ കവിളിന് തട്ടി വിളിക്കുന്നു. നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.